വെക്കേഷനായിട്ട് നാട്ടിൽ വന്നിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വെറുതെ ഇറങ്ങി. ഫസ്റ്റ് വിചാരിച്ചു കോഴിക്കോട് പോകാമെന്ന്, പിന്നെ വിചാരിച്ചു ഓക്കെ വേണ്ട, കോഴിക്കോടുണ്ട്, നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന്. അങ്ങനെ അതേ പോകുന്ന വഴിക്ക് എൻ്റെ ഡിഗ്രി പഠിച്ച കോളേജ് കണ്ടപ്പം എന്തോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിച്ചു കേട്ടോ എനിക്ക്. കോളേജ് ഓപ്പൺ ആയിരുന്നില്ല, ബിക്കോസ് സൺഡേ ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്. യെസ്, വയനാട് പോയിട്ട് കുറേ നാളായിട്ടോ. ഞാൻ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും മേ ബി പോയിട്ടുണ്ടാവുക. അങ്ങനെ വയനാട് പോകുമ്പോൾ എപ്പോഴും എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലാണെന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റും പ്ലേസസൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കേട്ടോ, എന്താ ചെയ്യേണ്ടത്. ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന ട്രിപ്പുകളെക്കാട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിക്കുന്ന ട്രിപ്പുകൾക്ക് കുറച്ചും കൂടെ ത്രില്ലുണ്ടാവും. അങ്ങനെ ഞങ്ങളിതേ വഴിയിലൊരു പാർക്ക് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഓഫ് റോഡൊക്കെ കയറി പോകണം. ഇങ്ങനെ 1-2 അഡ്വഞ്ചർ റൈഡ്സൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, മുഴുവൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഈ ടീ പ്ലാന്റേഷനിൽ കൂടെ കുറേ നടന്നു. ഞാൻ വയനാട് വരുന്നത്. പക്ഷെ ഇന്ന് മഴയുണ്ട്, ലൈറ്റായിട്ട് മഴയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ പൊടി എടുത്തിട്ടില്ല, അതുകൊണ്ട് മിക്കവാറും നനയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നനഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് അതിലൊക്കെ കയറണം. സിപ്പ് ലൈൻ ഉണ്ട് അവിടെ, പിന്നെ മറ്റേ വലിയ ഊഞ്ഞാലില്ലേ അതുണ്ട്. വേറെ എന്താ സാധനം കംപ്ലീറ്റ്ലി പണി കഴിഞ്ഞിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വയനാടൊക്കെ വരുമായിരുന്നു. പിന്നെ മറ്റേ ചുരത്തിൽ വന്നിട്ട് ബൂസ്റ്റും കാടമുട്ടയും കഴിക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വന്നത് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ. തന്നെ ഞങ്ങൾ ജയൻറ്റ് സ്വിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ വേണം. എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണം. അങ്ങനെ അടുത്തത് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സിപ്പ് ലൈനിൽ കയറാൻ പോവാണ് ഗൈസ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല. കാരണം ഓവർ മഴയുണ്ടായിരുന്നില്ല, എന്നാൽ ചൂടും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. ഫ്രഷ് എക്സ്പീരിയൻസ്. പക്ഷെ ബാക്കി അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്വിങ്ങിൽ കയറിയതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടില്ല. മറ്റേ കുറച്ച് ചെറുതായിട്ട് പേടിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതേ അഡ്വഞ്ചേഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോയ ഏരിയ. വൈത്തിരി കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വയനാട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. ചുരം
കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ എങ്ങനെയാണെങ്കിലും എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു എൻ്റെ ഒരു ആചാരമാണ് ഈ ഒരു 4-ാം വളവെന്ന് കാടമുട്ടയും ബൂസ്റ്റും കഴിക്കുക എന്നുള്ളത്. അത് എന്താണെന്നല്ല, ആ റിച്വൽ എനിക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അത് വല്ലാത്തൊരു ഫീലാട്ടോ. ഞാൻ കോളേജ് തൊട്ടേ, എൻ്റെ കോളേജ് ഈ ഒരു ചുരത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് കോളേജ് തൊട്ടേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം. അത് എപ്പോഴൊക്കെ ചുരത്തി വന്നാലും ഇത് മിസ് ചെയ്യാറില്ല. പിന്നെ ഈ ബൂസ്റ്റൊക്കെ കുടിച്ച് കാടമുട്ടയൊക്കെ കഴിച്ച് ആ ഒരു മലയിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ ആ ഒരു ക്ലൈമറ്റിൽ ഇരിക്കാനുണ്ടല്ലോ, വേറെ ലെവലാണ്. പിന്നെ നമ്മൾ ഇതും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ, ഈ ഗ്രീൻ പീസ് മസാലയും കൂടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഇതുപോലെ ഫോഗൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്ന ബൈ.